ബദരിയിൽ നിന്ന് പാണ്ഡവർ വിശാഖയുവത്തിലെത്തി. ഒരു ദിവസം കാട്ടിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഒരു കൊടുങ്കാറ്റിൽ ഭീമൻ ഒറ്റപ്പെട്ടു. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ ഭീമനെ ഒരു പെരുമ്പാമ്പ് അതിൻ്റെ വാലുകൊണ്ട് വരിഞ്ഞു ചുറ്റി വിഴുങ്ങാനെടുത്തു. സർവശക്തി പ്രയോഗിച്ചിട്ടും ചുറ്റ് ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റാൻ കഴിയാതെയായ ഭീമൻ പെരുമ്പാമ്പിനോട് ചോദിച്ചു, ഇത്രയും ശക്തനായ താങ്കൾ ആരാണ്? ഭീമന്റെ ചോദ്യത്തിനുത്തരമായി പെരുമ്പാമ്പ് പറഞ്ഞു തുടങ്ങി, ഞാൻ നിന്റെ പൂർവ്വ പിതാമഹനായ നഹുഷനാണ്. ഇന്ദ്രപദവി ലഭിച്ച ഞാൻ എൻ്റെ ഐശ്വര്യ സമൃദ്ധിയിൽ വളരെയധികം അഹങ്കരിച്ചു. ബ്രഹ്മർഷിമാരെ കൊണ്ടെല്ലാം എൻ്റെ പല്ലക്ക് ചുമപ്പിച്ചു. ഒരു ദിവസം എൻ്റെ ചവിട്ടേറ്റ അഗസ്ത്യ മഹർഷി ഞാൻ ഒരു പെരുമ്പാമ്പായി ഭൂമിയിൽ വസിക്കട്ടെ എന്ന് ശപിച്ചു. യുധിഷ്ഠിരൻ വന്ന് എനിക്ക് ശാപമോക്ഷം നൽകുമെന്നും പറഞ്ഞിരുന്നു. പെരുമ്പാമ്പിന്റെ കഥ കേട്ട ഭീമസേനൻ പറഞ്ഞു, ഞാൻ യുധിഷ്ഠിരനല്ല, അദ്ദേഹത്തിൻ്റെ അനുജനായ ഭീമസേനനാണ്. പെരുമ്പാമ്പ് പറഞ്ഞു, അതെനിക്കറിയാം. നിന്നെ അന്വേഷിച്ച് യുധിഷ്ഠിരൻ ഇവിടെ വരാതിരിക്കില്ല. ഭീമനെ അന്വേഷിച്ചിറങ്ങിയ യുധിഷ്ഠിരൻ അവിടെ എത്തി. ധർമ്മ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പെരുമ്പാമ്പ് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കെല്ലാം യുധിഷ്ഠിരൻ മറുപടി നൽകി. ഭീമസേനനെ വരിഞ്ഞു മുറുക്കിയ വാൽ പതുക്കെ അയഞ്ഞു തുടങ്ങി. ശാപമോക്ഷം ലഭിച്ച് മുക്തനായ നഹുഷൻ യുധിഷ്ഠിരനെയും ഭീമനെയും അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗലോകത്തേക്ക് പോയി. പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് വിശാഖയുവത്തിൽ നിന്ന് വീണ്ടും കാമ്യകവനത്തിൽ എത്തിച്ചേർന്നു. സത്യഭാമ സമേതനായി കൃഷ്ണൻ അവിടെ എത്തി കുറച്ചു ദിവസം അവരോടൊപ്പം താമസിച്ച് ദ്വാരകയിലേക്ക് മടങ്ങി.